എവിടേക്കണോ? ഇതങ്ങോട്ട് അപ്പൊ ശരി ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ശ്രീ വിനോദ്, ഇന്ന് ഈ വേദിയിൽ അശ്വിനി ദേവ് അനുസ്മരണം നടത്തുന്ന പാർട്ടിയുടെ മേഖലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ കെ സോമൻ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീ പാലപ്പറ്റ വിജയകുമാർ, പാറയിൽ രാധാകൃഷ്ണൻ, ശ്രീ ബി സി ബാബു, മുൻ മണ്ഡലം അധ്യക്ഷൻ കൃഷ്ണകുമാർ രാംദാസ്, ജനറൽ സെക്രട്ടറിമാരായ ബിപിൻ രാജ്, ബിജു അമ്പക്കാട്ട്, ശ്രീ എസ് സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കൊച്ചുമുറി രമേശ് തുടങ്ങി വേദിയിലുള്ള പാർട്ടിയുടെയും വിവിധ മോർച്ചകളുടെയും നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബഹുമാനപ്പെട്ട അശ്വിനി ദേവ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ്. അശ്വിനി ദേവുമായി ഏറെക്കാലത്തെ സഹവർത്തിത്വവും പരിചയവും ബന്ധുത്വവും ഒക്കെ ഉള്ളവരാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഞാൻ അശ്വിനി ചേട്ടനെ ആദ്യമായി കാണുന്നത് അല്ലെങ്കിൽ നേരിട്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കൂടിയാണ് ഞാൻ ആദ്യമായി അശ്വിനി ദേവിനെ അറിയുന്നത്. പരിമലയിൽ 3 വിദ്യാർത്ഥികൾ CPIM-കാരാൽ കൊല ചെയ്യപ്പെട്ട ആ വർഷമാണ് ആദ്യമായി ഞാൻ അശ്വിനി ദേവിൻ്റെ ശബ്ദം കേൾക്കുന്നത്. പക്ഷേ എനിക്ക് അശ്വിനി ചേട്ടനുമായിട്ടുള്ള പരിചയം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ രൂപത്തേക്കാൾ ഏറെ
പ്രവർത്തകന്മാർക്ക് പരിചയം ഒരുപക്ഷെ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ പരിചയം അശ്വിനിയുടെ ശബ്ദമായിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട ഒരു BJP-ക്കാരൻ്റെ ശബ്ദം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും അശ്വിനി ദേവിൻ്റെതാണ്. കാരണം നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ നടത്തിയ രാഷ്ട്രീയ പ്രചരണ ജാഥകളുടെയൊക്കെ അനൗൺസ്മെന്റ് ശബ്ദം ബഹുമാനപ്പെട്ട അശ്വിനി ദേവിൻ്റെതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കൃഷ്ണദാസ് ടി പ്രസിഡന്റ് ആയ കാലഘട്ടം മുതൽ കേരളത്തിൽ പലവട്ടം അശ്വിനി ദേവിൻ്റെ ശബ്ദം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ പ്രയോഗിച്ചു. എല്ലാ സംസ്ഥാന അധ്യക്ഷന്മാരും നടത്തിയിട്ടുള്ള സംസ്ഥാന ജാഥകളിൽ ഒരു അനൗൺസ്മെന്റ് ശബ്ദം അശ്വിനി ദേവിൻ്റെതായിരുന്നു. കാരണം എല്ലാവർക്കും അശ്വിനി ചേട്ടൻ്റെ ശബ്ദത്തോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാഹിത്യം. നമ്മൾ BJP-യുടെ പ്രവർത്തകരെന്ന നിലയിൽ പലപ്പോഴും നമുക്ക് കൈവെക്കാൻ പറ്റാത്ത പല മേഖലകളിലും കൈവച്ച ഒരാളായിരിക്കും അശ്വിനി ചേട്ടൻ. അത് ഈ പറഞ്ഞതുപോലെ അനൗൺസ്മെന്റ് ആയാലും, തെരുവ് നാടകമായാലും, പ്രസംഗമായാലും, കവിതയായാലും. അശ്വിനി ചേട്ടനൊക്കെ നമ്മളുടെ പഠന ക്യാമ്പുകളിലൊക്കെ കവിത ചൊല്ലിയ ഓർമ്മകളൊക്കെ കൃത്യമായുണ്ട്. അങ്ങനെ കൂടുതൽ അശ്വിനി ദേവിൻ്റെ ശബ്ദത്തോടാണ് എനിക്ക് കൂടുതൽ അടുപ്പം. പക്ഷേ സാധാരണ മലയാളികൾക്കും അങ്ങനെ തന്നെയാകും. അതോടൊപ്പം തന്നെയാണ് ശബരിമലയുടെ മകരവിളക്ക് കാലഘട്ടത്തിൽ മലയാളികൾ മുഴുവൻ ദൂരദർശനിൽ കൂടി കേട്ടിട്ടുള്ള ശബ്ദം ബഹുമാനപ്പെട്ട അശ്വിനി ദേവിൻ്റെതാണ്. ആ മകരജ്യോതി തെളിയുന്ന ആ ഒരു സായം സന്ധ്യയിൽ മലയാളികളെ മുഴുവൻ ഭക്തിയുടെ പരകോടിയിലേക്ക് കൈപിടിച്ച് നടത്തിയത് അശ്വിനി ദേവിൻ്റെ ശബ്ദമായിരുന്നു. ചെട്ടികുളങ്ങര കുംഭഭരണി, ഇത്തവണത്തെ കുംഭഭരണിക്ക് പോയപ്പോഴും ഞങ്ങളെല്ലാവരും പറഞ്ഞത് ആ അശ്വിനിയുടെ ശബ്ദത്തിൻ്റെ ഒരു വിടവാണ്. കാരണം ആ ചെട്ടികുളങ്ങര അമ്മയുടെ നടയിൽ നിൽക്കുമ്പോൾ കുംഭഭരണി എന്നുള്ളത് ഇത്ര അവാച്യമായ അനുഭൂതിയാണ്, ഇത്ര അഭൗമമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നതിൽ അശ്വിനി ദേവിൻ്റെ ശബ്ദം വഹിച്ച പങ്ക് ചെറുതായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മകരവിളക്കിന്റെ സമയത്തായാലും ചുറ്റുകുളങ്ങര കുംഭഭരണിയുടെ സമയത്തായാലും അശ്വിനി ചേട്ടൻ ഉണ്ടാക്കിയെടുക്കുന്ന വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മായാപ്രപഞ്ചവും, അത് 10,000-കണക്കിന് ആൾക്കാരെ പിടിച്ചിരുത്താൻ പോകുന്ന വാക്വൈഭവത്തിന് ഉടമയായിരുന്നു അശ്വിനി ദേവ്. അത് രാഷ്ട്രീയം മാത്രമായിരുന്നില്ല, ഏതു മേഖലയിലും ഇത്രയേറെ സരസ്വതിയുടെ കടാക്ഷം കിട്ടിയ ഒരു മനുഷ്യൻ നമുക്കിടയിൽ അപൂർവമായിരുന്നു. പ്രത്യേകിച്ച് BJP-യുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഇത്രയേറെ സരസ്വതി കടാക്ഷം കിട്ടിയിട്ടുള്ള, വാക്വൈഭവം കിട്ടിയിട്ടുള്ള ഒരാൾ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയേറെ വാക്കുകൾ കൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന അമ്മാനമാടുക, അത് ഏത് മേഖല, അത് രാഷ്ട്രീയത്തിൽ ഒരു പ്രതിഷേധ യോഗമായാലും, ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ചുള്ള വിശദീകരണ യോഗമായാലും, ഏതിലും അശ്വിനി ദേവ് പിറ്റായിരിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ നഷ്ടം വരുന്ന ഒരു സംഗതി തന്നെയാണ്. കാര്യം നമുക്ക് എവിടെയും അശ്വിനി ദേവിയുടെ പേര് ഉപയോഗിക്കാമായിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ എന്നെ ഒക്കെ ഒരു പ്രതിഷേധ യോഗത്തിന് വിളിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറയും, ഞാൻ ആ പ്രതിഷേധ യോഗത്തിന് പറ്റിയ സ്റ്റഫല്ല, ദൈവം നിങ്ങൾ എന്നെ വിളിക്കരുത്. എനിക്കങ്ങനെ ഒരു പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല. പക്ഷെ അശ്വിനി ചേട്ടൻ അങ്ങനെ ആയിരുന്നില്ല. അതൊരു പ്രതിഷേധ യോഗമാകട്ടെ, രാഷ്ട്രീയ വിശദീകരണമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു സാംസ്കാരിക സദസ്സായിക്കൊള്ളട്ടെ, കവിതയാകട്ടെ, നാടകമാകട്ടെ, ഏത് മേഖലയെ പറ്റി, ഇനി ആധ്യാത്മികതയെ പറ്റി സംസാരിക്കാൻ, അത് ഭാഗവതം മുതൽ ഏത് വിഷയത്തെയും അധികരിച്ച് ആധ്യാത്മിക പ്രഭാഷണം നടത്താൻ, ഒരു സാംസ്കാരിക പരിപാടിയിൽ സംസാരിക്കാനൊക്കെ ഏത് വേദിയിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേരായിരുന്നു ബഹുമാനപ്പെട്ട അശ്വിനിയുടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിച്ചത് കഴിഞ്ഞ വർഷം മാർച്ച് 8-ാം തീയതി ആണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനും ഒരു വർഷം മുൻപ് തന്നെ അശ്വിനി നമ്മളെ വിട്ടുപിരിഞ്ഞിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മരണാസന്നനായുള്ള കിടപ്പ് പലതവണ ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ച ഒരാളാണ്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിലുമൊക്കെ പോയി ഞാൻ അശ്വിനിയേട്ടനെ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ സത്യത്തില് ആ ഒരു രംഗം ഇങ്ങനെ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കല്ലേ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള അവസ്ഥയിലായിരുന്നു അശ്വിനിയേട്ടന്റെ
ആശുപത്രി വാസം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അശ്വിനിയേട്ടൻ വിടവാങ്ങിയെന്ന് കേട്ടപ്പോൾ ദുഃഖത്തെക്കാൾ ഉപരി ആശ്വാസമായിരുന്നു തോന്നിയത്. സത്യമായിരുന്നു. കാരണം ഇനിയും അദ്ദേഹം ഇങ്ങനെ ഏറെക്കാലം ജീവച്ഛവമായി കിടന്നതുകൊണ്ട് അദ്ദേഹത്തിനോ വീട്ടുകാർക്കോ സംഘടനയ്ക്കോ ഒരു പ്രയോജനം ഉണ്ടാകില്ല. അത്രയേറെ ദുരിതങ്ങൾ അദ്ദേഹം വീണ്ടും ഏറ്റുവാങ്ങേണ്ടി വരരുതേ എന്നതായിരുന്നു പ്രാർത്ഥന. ഏതായാലും ഈശ്വരൻ അധികകാലം അദ്ദേഹത്തിന് അത്തരമൊരു ദൗർഭാഗ്യം കൊടുക്കാതെ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ ഒരർത്ഥത്തിൽ പറഞ്ഞ നമ്മളൊക്കെ അശ്വിനിയേട്ടന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരണം സംഭവിക്കുന്നത് വലിയ നഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ അത് നമ്മുടെ ജില്ലയ്ക്ക്, സംസ്ഥാന BJPക്ക് സംഭവിച്ച കനത്ത നഷ്ടം തന്നെയായിരുന്നു. അത് മാത്രമല്ല, ഒരർത്ഥത്തിൽ അശ്വിനി നമ്മുടെ സമൂഹത്തിന് വേണ്ടി ബലിദാനിയായതാണ് എന്ന് പറയേണ്ടി വരും. ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളുടെ അക്രമത്തിൽ കൊല്ലപ്പെടുമ്പോൾ മാത്രമല്ല ബലിദാനിയാകുക. കാരണം അദ്ദേഹം ജീവിച്ചത് മുഴുവൻ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. സ്വന്തമായി ഒരു നിമിഷം പോലും ജീവിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു അശ്വിനി ചേട്ടൻ. ഈ പലപ്പോഴും ഞാൻ കായംകുളത്ത് വെച്ച് കാണുമ്പോൾ ഞാൻ ഇപ്പോഴും പല പ്രവർത്തകരോടും പറയാറുണ്ട്. ഞാൻ പലപ്പോഴും അശ്വിനി ചേട്ടനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിക്കരുത്. എനിക്ക് തോന്നുന്നു ഞാൻ 5-6 തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഹെൽമെറ്റ് ഇല്ലത്. അപ്പൊ എന്നോടെല്ലാം പറഞ്ഞത്, എന്താണ് സന്ധ്യജി പറയുന്നത്, ഒരു കൗൺസിലറല്ലേ, നമ്മൾ പോകുമ്പോൾ നാട്ടുകാർ കാണണ്ടേ, ഞാൻ ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണാൻ, കൈവീശി കാണിക്കാൻ, ഒന്ന് ചിരിച്ചു കാണിക്കാനാണ് സത്യത്തില് ഈ അശ്വിനിയുടെ ഹെൽമെറ്റ് ഇല്ലാതെ സഞ്ചരിച്ചു. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോ എല്ലാ സമയത്തും ഒരു പൊതുകാര്യത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യനായിരുന്നു അശ്വിനി. അങ്ങനെ സമൂഹത്തിന് വേണ്ടി ബലിദാനിയായതാണ് എന്ന് പറയേണ്ടി വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ ആ ജ്വലിക്കുന്ന ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഓർമ്മകളുണ്ട്. അതാണ് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ആദരം. ഈ ഓരോ സഹപ്രവർത്തകൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ വേഗം കുറയുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത്, അശ്വിനി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്ത, ആ എങ്കിൽ എന്നുള്ള ആ ഒരു വാചകം, അത് തന്നെയാണ് അദ്ദേഹത്തിനോടുള്ള, അല്ല അദ്ദേഹം നമുക്ക് വരുത്തിയിട്ടുള്ള നഷ്ടത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം പറയാനുള്ളത്. അതിപ്പോൾ ഓരോ സംഭവം നടക്കുമ്പോഴും നമ്മൾ പറയും അശ്വിനി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ, ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ, ഒരു ചുമതല നിശ്ചയിക്കുമ്പോൾ ഒക്കെ നമ്മൾ പറയാറുണ്ട് അശ്വിനി ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ആ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്ത അത് തീർച്ചയായും നമുക്ക് കരുത്താകണം. ഇനി നമുക്ക് അതേ പറ്റുകയുള്ളൂ, കാരണം അദ്ദേഹം നമ്മളൊപ്പം ഇല്ല. അപ്പൊ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തില് ഒരു പൊതുപ്രവർത്തകൻ എന്ന തലത്തിൽ ശരിക്കും അശ്വിനി ഒരു മാതൃക തന്നെയായിരുന്നു. അദ്ദേഹത്തെ നമുക്ക് മാതൃകയാക്കാനുള്ള പല കാര്യങ്ങളുമുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ സംഘടനയുടെ ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ സംഘടനാ പരിമിതികൾക്കുള്ളിൽ നിൽക്കുമ്പോൾ ആ പരിമിതികളെ മുഴുവൻ ബ്രേക്ക് ചെയ്ത ഒരാളായിരുന്നു അശ്വിനി. അതാ ഞാൻ പറഞ്ഞത്, അശ്വിനിയെ കൈവെക്കാത്ത മേഖലകളിൽ. ഇപ്പൊ കായംകുളത്ത് ഒരുപക്ഷെ ഏറ്റവും അറിയപ്പെടുന്ന BJPക്കാരനാണ് എന്ന് ചോദിച്ചാൽ അത് അശ്വിനി ദേവ് തന്നെയാണ്. നമുക്ക് ഇഷ്ടംപോലെ നേതാക്കന്മാർ കായംകുളത്ത് നിന്ന് ഉണ്ടെങ്കിലും അശ്വിനിക്ക് കിട്ടിയ സ്വീകാര്യത എല്ലാവർക്കും, അത് ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് ആണ്, എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യനായിരുന്നു അശ്വിനി. കാരണം അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തുക എന്നത് അസാധ്യമായിരുന്നു. എന്തു പറഞ്ഞായിരുന്നു അശ്വിനിയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുക? ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ പ്രസംഗിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ വേണമെങ്കിൽ മൈക്ക് കൂട്ടാതിരിക്കാം. അശ്വിനിയെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. ഒരു കവിത ആലാപനം അല്ലെങ്കിൽ കവിതാ ആസ്വാദന കളരി നടത്തുമ്പോൾ അവർക്ക് അശ്വിനി ഒഴിവാക്കാൻ, കാരണം അശ്വിനി ചേട്ടൻ നന്നായി കവിത പാടുന്ന, എഴുതുന്ന ഒരാളായിരുന്നു. ഒരു നാടകം, തെരുവ് നാടകം രചിക്കാൻ അശ്വിനി ചേട്ടൻ പറ്റുമായിരുന്നു. മികച്ച മുദ്രാവാക്യങ്ങൾ എഴുതാൻ. ഇങ്ങനെ എന്തല്ലായിരുന്നു എന്ന് ചോദിക്കണം. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി പൊതുസമൂഹത്തിന് എപ്പോഴും വിളിക്കാവുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന ഒരു പേരായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ. അത് നമ്മളെല്ലാവരും മാതൃകയാണ്. കാരണം കേവലം സംഘടനാ പ്രവർത്തനം മാത്രമായി ചുരുങ്ങരുത്. അത് കാണിച്ചു തന്ന ഒരാളായിരുന്നു അശ്വിനി ദേവ്. അപ്പൊ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് സമൂഹത്തിലെ വിവിധ ആൾക്കാരെ വിവിധ തലങ്ങളിൽ സംഘടിപ്പിക്കാൻ, വിവിധ മേഖലകളിലേക്ക് നമുക്ക് എത്തിച്ചെല്ലാൻ പറ്റാത്ത വേദികളിലേക്ക്, ഒരു സാംസ്കാരിക സമ്മേളനം നടക്കുമ്പോൾ, ഒരു കവിതാ സായാഹ്നം നടക്കുമ്പോൾ, ഒരു കഥയെ പറ്റി ചർച്ച നടക്കുമ്പോൾ, നാടകവേദികളിൽ, സിനിമ ആസ്വാദന കളരികളിലൊക്കെ
ഒരു പൊതുപ്രവർത്തകന് സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകണം എന്നത് തെളിയിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അശ്വിനി ദേവ്. ഞാൻ കൂടുതൽ അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഓർമ്മകൾ ജ്വലിച്ചു തന്നെ നിൽക്കട്ടെ. ആ ദീപ്തമായ സ്മരണകൾ നമ്മെ നയിക്കട്ടെ. ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, പൊതുപ്രവർത്തനം എന്നുള്ളത് സംഘടനാ പ്രവർത്തനം മാത്രമല്ല എന്ന ഒരു വലിയ പാഠം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു ബഹുമാനപ്പെട്ട അശ്വിനി ദേവിന്റെ ജീവിതം. ആ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും വെളിച്ചം പകരട്ടെ. അദ്ദേഹം നയിച്ച പാതയിലൂടെ നിങ്ങൾ എല്ലാവരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഒരു BJP-കാരൻ എന്ന നിലയിൽ എത്തപ്പെടാവുന്ന എല്ലാ മേഖലകളിലേക്കും എത്തപ്പെട്ട് സംഘടനയുടെ സ്വാധീനം അവിടെയാണ്. നമ്മൾ എത്തപ്പെടുന്ന എല്ലാ മേഖലകളിലും സംഘടനയുടെ സ്റ്റാമ്പിംഗ് ആണ് സംഭവിക്കുക. അത് നിങ്ങളൊരു സിനിമാസ്വാദന കളരിയിൽ ചെന്നാലും നാടകവേദിയിൽ ചെന്നാലും കവിയരങ്ങിൽ ചെന്നാലും ഒക്കെ ഒരു BJP-കാരൻ എന്ന സിഗ്നേച്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു കല അത് അശ്വിനി ദേവിയിൽ നിന്ന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. ആ ഓർമ്മകൾ നമുക്ക് കരുത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക്, അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് ഉചിതമായ ആദരം എന്ന നിലയിൽ ഇന്ന് നമ്മുടെ കായംകുളം മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇനി മുതൽ D. അശ്വിനി ദേവ് സ്മാരക ഭവൻ എന്ന് അറിയപ്പെടും. ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഔദ്യോഗികമായി നമ്മളുടെ മണ്ഡലം ഓഫീസിന്റെ പുനർനാമകരണം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു നിർത്തുന്നു. വന്ദേ മാതരം.